സോഷ്യൽ മീഡിയ റീലുകളിലൂടെ ശ്രദ്ധേയനായ മിമിക്രി താരമായ ശരത് ഉണ്ണിത്താൻ അന്തരിച്ചു. ആലപ്പുഴ ജില്ലയിലെ കറ്റാനം മൂന്നാംകുറ്റി വാത്തികുളം സ്വദേശിയായ ശരത് അമേരിക്കയിൽ വെച്ച് കുഴഞ്ഞു വീഴുകയായിരുന്നു. അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയയിലൂടെയാണ് സുഹൃത്തുക്കൾ ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. റീലുകളിലൂടെ ശ്രദ്ധ നേടിയ ശരത് ഗുണ്ടാബിനു എന്ന പേരിലാണ് സോഷ്യൽ മീഡിയയിൽ അറിയപ്പെട്ടിരുന്നത്. കൊച്ചിൻ ഗിന്നസ്, തിരുവനന്തപുരം സരിക തുടങ്ങിയ പ്രമുഖ ട്രൂപ്പുകളിൽ ഇദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. മാർച്ച് 31 ശരത്തിന്റെ പിറന്നാളായിരുന്നു. താനിപ്പോഴും സഖാവ് തന്നെയെന്ന ഒറ്റപ്പാലത്തെ UDF സ്വതന്ത്ര സ്ഥാനാർത്ഥി PK ശശി. പിണറായി വിജയനുമായുള്ള ബന്ധം മുറിച്ചെറിയാൻ കഴിയില്ല. കമ്മ്യൂണിസ്റ്റ് അല്ലാതായിരിക്കാൻ തനിക്ക് കഴിയില്ല. ഒരു UDF നേതാവുമായും താൻ ചർച്ച നടത്തിയിട്ടില്ല. പിന്തുണയുമായി UDF ഇങ്ങോട്ട് സമീപിക്കുകയായിരുന്നുവെന്നും PK ശശി പറഞ്ഞു. പിണറായിയുമായുള്ളത് വൈകാരികമായ ബന്ധമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അദ്ദേഹം എന്തു പറഞ്ഞാലും തള്ളിപ്പറയില്ല. സംസ്ഥാനത്തെ നടുക്കി കൊല്ലം നഗരമധ്യത്തിൽ ഗുണ്ട അസോസിയേഷൻ ഓഫീസ് തുറക്കാൻ നീക്കം. നഗരത്തിലെ കോളേജ് ജംഗ്ഷന് സമീപം ക്രിമിനൽ സംഘം ഓഫീസ് തുറക്കാൻ പദ്ധതിയിട്ടതിന്റെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതികളായ സംഘം ഓഫീസിന് ഉദ്ഘാടനത്തിന് മുന്നോടിയായി തോക്കുകൾ ഉൾപ്പെടെയുള്ള മാരകായുധങ്ങളുമായി യോഗം ചേരുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു. ഓഫീസ് തുറക്കുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ ഗുണ്ടകൾ ഒത്തുചേർന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു. ഈ ദൃശ്യങ്ങളിൽ തോക്ക് ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ സംഘം പ്രദർശിപ്പിക്കുന്നുണ്ട്. ലൈംഗിക അതിക്രമ കേസ്. സംവിധായകൻ രഞ്ജിത്തിന് ജാമ്യമില്ല. എറണാകുളം CJM കോടതിയാണ് രഞ്ജിത്തിന് ജാമ്യം നിഷേധിച്ചത്. മാത്രമല്ല, രഞ്ജിത്തിനെ 3 ദിവസം പോലീസ് കസ്റ്റഡിയിൽ വിടാനും കോടതി ഉത്തരവിട്ടു. തിങ്കളാഴ്ച വൈകുന്നേരം 4 മണി വരെയാണ് രഞ്ജിത്തിനെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്. ഗുരുതര കുറ്റകൃത്യമാണ് രഞ്ജിത്ത് നടത്തിയതെന്നാണ് പ്രോസിക്യൂഷൻ വാദിച്ചത്. എന്നാൽ രഞ്ജിത്തിന്റെ ആരോഗ്യസ്ഥിതി വളരെ മോശമാണെന്നും ഇക്കാര്യം പരിഗണിക്കണമെന്നുമാണ് പ്രതിഭാഗം അഭിഭാഷകൻ ആവശ്യപ്പെട്ടത്. നട്ടലിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്നും കരൾ മാറ്റിവെക്കലിന് വിധേയനായ ആളാണ് രഞ്ജിത്തെന്നും അദ്ദേഹത്തിനായി ഹാജരായ അഭിഭാഷകൻ വാദിച്ചു. ആദ്യം വക്കാലത്തെടുത്ത അഡ്വക്കേറ്റ് മുഹമ്മദ് സിയാദ് വക്കാലത്ത് ഒഴിഞ്ഞതിനെ തുടർന്ന് മുതിർന്ന അഭിഭാഷകൻ അഡ്വക്കേറ്റ് S രാജീവാണ് രഞ്ജിത്തിന് വേണ്ടി ഹാജരായത്. കേരളത്തിൽ UDF അധികാരത്തിലെത്തുമെന്ന ലോക് പോൾ സർവേ ഫലം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 77 മുതൽ 81 സീറ്റുകൾ UDFന് കിട്ടുമെന്നാണ് സർവേയിൽ പറയുന്നത്. അതേസമയം LDFന് 58 മുതൽ 62 സീറ്റുകൾ വരെ ലഭിക്കുമെന്നും സർവേ പ്രവചിക്കുന്നു. NDA 1 മുതൽ 2 സീറ്റുകളിൽ വിജയിക്കാൻ സാധ്യതയുണ്ടെന്ന് പ്രവചനമുണ്ട്. കേരളത്തിലെ 36,400 പേരുടെ അഭിപ്രായം ചോദിച്ചറിഞ്ഞതാണ് സർവേ. മാർച്ച് 16 മുതൽ 31 വരെ കേരളത്തിൽ നടത്തിയ ലോക് പോൾ സർവേ ഫലത്തിന്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിൽ UDF അധികാരത്തിൽ വരുമെന്ന് പ്രവചിച്ചിട്ടുള്ളത്.